ഇത് കണ്ടാലേ പഠിക്കാൻ പറ്റുള്ളൂ. വ്യത്യസ്തമായ കൈകൾ ഇത് കണ്ട് പഠിച്ചിട്ടാണ് ഞാൻ രേഖാശാസ്ത്രം അമൂല്യശാസ്ത്രം എന്ന് പറഞ്ഞ് പുസ്തകം എഴുതി. ഗൂഗിൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? GPS അത് തന്നെ, സാറ്റലൈറ്റിന്റെ സഹായത്താൽ. സാറ്റലൈറ്റ് കണ്ടുപിടിച്ച എങ്ങനെയാണ്? അപ്പോൾ ഗ്രഹങ്ങൾക്ക് ഈ ലോകത്ത് എവിടെയും പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ ശരീരവും ഭൂമി ഒരുപോലെയാണ്. നമ്മുടെ ശരീരത്തിൽ എത്ര ശതമാനം വെള്ളമുണ്ടോ അത്രയും ശതമാനം വെള്ളമേ ഉള്ളൂ ഭൂമിയിൽ. ഭൂമിയെ കണക്കാക്കിയാണ് നമ്മുടെ ശരീരവും. വേലിയേറ്റവും വേലിയിറക്കവും. അങ്ങ് നിൽക്കുന്ന ചന്ദ്രൻ 3 ഭാഗമുള്ള ഈ വെള്ളത്തെ വലിച്ചെടുക്കാനുള്ള ശക്തി, കരയിലേക്ക് വലിച്ച് ഗ്രഹണ സമയത്ത് അല്ലെങ്കിൽ ഈ അമാവാസി സമയത്തൊക്കെ അവർക്ക് ഇളുപ്പ് കൂടും, വയലൻ്റ് ആവും അവർ. എന്തുകൊണ്ട് വയലൻ്റ് ആവണം? കൈ നോക്കുമ്പം സാധാരണ അവിടെ പോണ ഭക്തൻ്റെ 4 ഭാഗം ദൈവാധീനം ഇല്ല അവൻ്റെ കയ്യിൽ. പോറ്റിമാർക്ക് ഇവരാണ് ദൈവജ്ഞൻ. അപ്പോൾ അതിന് പകരം കൈക്കൂലിയാണ് ദക്ഷിണ. ഇപ്പോൾ നെഗറ്റീവ് ഓറ വരാനുള്ള പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമാണ് ഞാൻ ഈ പറഞ്ഞ ബ്ലാക്ക് മാജിക്. ആ ഓറ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അതിചൈതന്യം അവിടെ നിന്നിട്ട് അതിൽ നിന്നാണ് ഈ മന്ത്രജപം ഉണ്ടായിക്കൊണ്ടിരുന്നതെന്നാണ്. വളരെ പലരും ചോദിച്ചിട്ടുള്ളതും പലരും കളിയാക്കിയിട്ടുള്ളതും ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാനെന്ന് പറഞ്ഞ വ്യക്തി 4 വയസ്സ് തൊട്ട് ആശ്രമത്തിൽ വളർന്നതാണ്. എന്നെ വളർത്തിയ എൻ്റെ ഗുരു സാക്ഷാൽ ഭഗവാൻ ചിന്താലേശൻ അധ്വാനമേ സംതൃപ്തി, അധ്വാനമാണ് ഏറ്റവും വലിയ ഈശ്വര പ്രാർത്ഥന എന്ന് ആണ് എന്നെ പഠിപ്പിച്ചത്. അദ്ദേഹം രാവിലെ സൂര്യ ഉദയം തൊട്ട് അസ്തമയം വരെ ഇരുമ്പിൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇരുമ്പെന്ന് പറഞ്ഞാൽ കത്തി അടിക്കുക, റബ്ബർ ടാപ്പിംഗ് കത്തി ഉണ്ടാക്കുക, അതുപോലെ പൂട്ടുണ്ടാക്കുക, ഇങ്ങനത്തെ ഇരുമ്പെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ശാപം വരാത്ത പണി എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിട്ട് ആ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കൊച്ചിൽ 4 വയസ്സ് തൊട്ട് കണ്ടു വളർന്ന ഇതാണ്. ഒരു മണിയടിച്ച പണിയല്ല, ഈ സൂര്യൻ ഉദിക്കുന്ന തൊട്ട് അസ്തമിക്കുന്നവരെ. അപ്പോൾ ഇതിന് ശേഷമാണ് അദ്ദേഹം ഈശ്വര പ്രാർത്ഥന ഒക്കെ ഗുരുപ്രാർത്ഥന ചെയ്യണതും ബാക്കിയെല്ലാം ചെയ്യണതും അതിന് ശേഷമാണ്. ഞാൻ ഇത് കണ്ടു വളർന്നത് കൊണ്ട് കൊച്ചു നാൾ തൊട്ട് ഞാനിത് ജ്യോതിഷം പഠിക്കാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ 7 വയസ്സിൽ ഞാൻ ഒരു ജ്യോതിഷി പറഞ്ഞ പ്രകാരം ഞാൻ 7 വയസ്സിൽ മരണപ്പെട്ടു. അതിനുശേഷം എനിക്ക് ജ്യോതിഷത്തിനോടുള്ള അമിതമായ ആഗ്രഹമുണ്ടായി. ഞാൻ എവിടെ ജ്യോതിഷനെ കണ്ടാലും ജ്യോതിഷൻ എന്ന് കേട്ടാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ബാക്കിൽ നിൽക്കാൻ തോന്നും. കാരണം ഇവർക്ക് നേരത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള കഴിവുള്ളവരാണ്. വല്ലാത്തൊരു സംഭവമാണ്. ഞാൻ ഇതിലേക്ക് വരാൻ കാരണം ഇത് എന്തോ സംഭവം, ഒരാളിന് നാളെ സംഭവിക്കാൻ പോണ കാര്യം അവൻ ഇന്നെങ്ങനെ കണ്ടുപിടിക്കും? ഇതൊരു സംഭവമാണ്. അതും വേറെ ഒരു സാധനങ്ങളും ഇല്ല, പ്രത്യേകിച്ച് മെഷീനറിയോ മറ്റൊന്നോ അല്ലെങ്കിൽ മറ്റേ മഴ പെയ്യുമോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി താഴോട്ട് നോക്കിയിരുന്ന ആകാശത്തെ കാര്യം നോക്കുന്നതോ ഒന്നുമില്ല. ഇതൊന്നുമില്ലാതെ ഒരാൾ ശാസ്ത്രം വെച്ചിട്ട് ഈ ഗ്രഹങ്ങളുടെ പ്രവർത്തനവും വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇത് വലിയ സംഭവമാണ്. അപ്പോഴൊട്ട് പഠിക്കാൻ തുടങ്ങി. ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു 18 വയസ്സായപ്പോൾ തന്നെ ചെറുതായിട്ട് ജ്യോതിഷം പറഞ്ഞു തുടങ്ങി. 18 വയസ്സൊക്കെ ആയപ്പോൾ ജ്യോതിഷം ചെറുതായിട്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം വല്ലതൊക്കെ കൈയൊക്കെ കണ്ട നോക്കി എന്തെങ്കിലുമൊക്കെ വിട്ടിത്തരമെങ്കിലും പറഞ്ഞു തുടങ്ങി. കാരണം ഇതിനുള്ള ആഗ്രഹം കൊണ്ട് കാണുന്നവരെയൊക്കെ കൈകൾ നോക്കും. അത് കഴിഞ്ഞ് ഞാൻ ട്രിവാൻഡ്രത്ത് വഴുതക്കാട്ട് MBA റോഡിൽ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്യൂച്ചറോളജി എന്ന പേരിൽ തന്നെ തുടങ്ങിയിട്ട് 27ാമത്തെ വർഷമാണ്. 27 വർഷമായി ഞാൻ സ്ഥാപനം ഇട്ടിട്ട്. അന്ന് ഒരു പയ്യൻ തിരുവനന്തപുരം പോലെ ഒരു സ്ഥലത്ത് വന്നിട്ട് സിറ്റിക്കകത്ത് വന്നിട്ട് ഒരു സ്ഥാപനം ഇടുക. അതായത് ജ്യോതിഷന്മാരെല്ലാം താടിയൊക്കെ വളർത്തി വളരെ മിടുക്കന്മാരായ എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വരുമ്പം തന്നെ എനിക്ക് പേടിയായിരുന്നു. തിരുവനന്തപുരത്ത് എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. അതിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് കേരള കോമതിയാണ് എന്നെ നിർബന്ധിച്ചുകൂടെ കൊണ്ടുവന്നത്. അതിലൊരു പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞാൽ പന്തി എഴുതാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് എഴുതാനായിട്ട് അന്ന് ഭാസ്കരേന്ദ്ര സാറ് അതിൻ്റെ എഡിറ്ററായിരുന്നു. സാറാണ് എനിക്ക് അനുവാദം തന്ന് ആ പരിഹാര പന്തി എഴുതിയപ്പോൾ പലരും എന്നെ വിളിച്ചു തുടങ്ങി, കാണാൻ വന്നു തുടങ്ങി. അപ്പോൾ എന്നെ തിരുവനന്തപുരത്തോട്ട് വരാം. എൻ്റെ നാട് ഇവിടുന്ന് ട്രിവാൻഡ്രം ജില്ലയിലാണെങ്കിലും 10-30 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ അന്നൊക്കെ 30 കിലോമീറ്റർ ഒന്നും വന്ന ആരും എന്നെ കാണാൻ വരില്ല. അപ്പോൾ ഞാൻ കുറേ ദിവസം മൊബൈൽ ജോത്സ്യനായിട്ട് നടന്നു. മൊബൈൽ ജോത്സ്യം ഞാൻ മനസ്സിലായല്ലോ. ആർക്കെങ്കിലും ആളെയൊക്കെ നോക്കണമെങ്കിൽ അവിടെ ചെന്ന് നോക്കാൻ പോകും. അവിടെ നിന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് തുടങ്ങി നോക്കാത്ത ഞാനിത് പഠനത്തിൻ്റെ ഭാഗമായിട്ട് കോളേജുകൾ, പ്രത്യേകിച്ച് വിമൻസ് കോളേജിൻ്റെ നേരെ ഫ്രണ്ടിലാണ്, ട്രിവാൻഡ്രം വിമൻസ് കോളേജിൻ്റെ ഫ്രണ്ടിലാണ് തുടങ്ങിയത്. അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് കിട്ടിയത്. അവിടെയാണ്. അതേ സമയത്ത് ദക്ഷിണ ഒന്നുമില്ല, ആര് വന്നാലും നിന്ന് തന്നില്ല.
ആ പ്രണയകാര്യങ്ങൾ ഇവർ ഒക്കെ പിള്ളേർ പൊമ്പിള്ളേർ ഇഷ്ടംമാതിരി ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര ഇങ്ങനെ വന്ന് ഇടിച്ച് പോകണം എന്ന് വെച്ചാൽ 10 രൂപ വന്നിട്ട് പോണവരുണ്ട്, പൈസ തരാതെ പോണവരുണ്ട്, പിന്നീട് വരാമെന്ന് പറഞ്ഞ് പോണവരുണ്ട്, തുടങ്ങിയ സമയം. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണ്, ഒരുപാട് പേരെ നോക്കണം, ഒരുപാട് പേരെ ഇത് കണ്ടാലേ പഠിക്കാൻ പറ്റുള്ളൂ. വ്യത്യസ്തമായ കൈകൾ ഇത് കണ്ട് പഠിച്ചിട്ടാണ് ഞാൻ ആ സമയത്തെല്ലാം പഠിച്ചത് വെച്ചിട്ടാണ് ഞാൻ പുസ്തകം എഴുതി. രേഖാശാസ്ത്രം അമൂല്യശാസ്ത്രം എന്ന് പറഞ്ഞ് പുസ്തകം എഴുതി. ഇതൊക്കെ നേരത്തെ എഴുതിയതാണ്, അതിനുശേഷം എഴുതാനൊന്നും സമയമില്ലാതെയായി. കാരണം ഒരുപാടൊക്കെ എഴുതി വെച്ചതൊക്കെ അവിടെ ഇവിടെ കിടക്കണം, അല്ലാതെ ഒന്ന് യോജിപ്പിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടാറില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ആളുകൾ കൂടി പല സ്ഥലങ്ങളിലേക്ക് വിളിച്ചുകൊണ്ട് പോയി, വിവിധ രാജ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ ആണ് ഈ ലോകങ്ങളിൽ മൊത്തം പോകാനും. ഇപ്പം തന്നെ ഒരു ദിവസം മിനിമം ഞാൻ കൺസൾട്ടേഷൻ കൊടുക്കുന്നത് 25 പേർക്കാണ് ഒരു ദിവസം. ഈ 25 എന്ന് പറയുന്നത് ചിലപ്പോൾ 30-40 ഒക്കെ ആയി വന്ന ദിവസങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വച്ചിട്ടാണ് ഞാൻ ഏകദേശം നോക്കിയവരുടെ അഡ്രസ്സും എൻ്റെ കയ്യിലുണ്ട്, ഫോൺ നമ്പരും എൻ്റെ കയ്യിലുണ്ട്. ഒരു ദിവസം നോക്കുന്ന 25 പേർക്ക് നേരത്തെ അഡ്വാൻസ് അപ്പോയിൻറ്റ് കൊടുത്തിട്ടാണ്. ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് മാത്രം എൻ്റെ ഓഫീസിൽ മാത്രം 1000-ഓളം പേര് അഡ്വാൻസ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. 1000-ഓളം പേര് ഇവിടെ മാത്രം ബുക്ക് ചെയ്തിരിക്കുകയാണ്. ദുബായിലും എപ്പോഴും 2 മാസം മുമ്പ് അപ്പോയിൻറ്റ് ഫുള്ളാവും. അപ്പോൾ ഈ ഇത്രയും ആളുകൾ, കാരണം എന്താണ്, ഈ ശാസ്ത്രത്തിലൂടെ ഒരാളിന് അതും 2-3 മാസം വെയിറ്റ് ചെയ്താണ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. 3 മാസമൊക്കെ ആവാതെ ഇത്രയും പേർക്ക് നോക്കാൻ പറ്റില്ല. 1000 പേരെന്ന് പറയുമ്പോൾ അപ്പോൾ ഇത്രയും പേര് 3 മാസം വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നേരത്തെ നോക്കിയിട്ടുള്ളവരും അവർ പറഞ്ഞിട്ട് വരുന്ന ആളുകളുമാണ്. എന്നുവെച്ചാൽ ഇതുവരെയുള്ള റിസൾട്ട് അവർക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് വേറൊരാളിനെ കാണാനുള്ള ഭയമുണ്ട് അവർക്ക്. കാരണം ഞാൻ അവരെ വഴി തെളിച്ച് വിട്ടിട്ടുള്ള പേര്, പിന്നെ ശത്രുക്കളും ബാക്കിയുള്ളവരും ഇപ്പം എന്ത് ഒരു കാര്യത്തിനെ കുറിച്ചും രണ്ടഭിപ്രായം പറയുന്നവരുണ്ട്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ഈ ഇപ്പോൾ ശാസ്ത്രത്തെ നമ്മളെ തന്നെ വിളിച്ചിട്ട് നിങ്ങളൊക്കെ ജ്യോതിഷം എന്ന് പറഞ്ഞ് ഇതൊക്കെ പറ്റിപ്പാണ്, അങ്ങ് നിൽക്കുന്ന ചൊവ്വ വന്ന് ഇവിടെ പെണ്ണിൻ്റെ കല്യാണം മുടക്കണേ എങ്ങനെ, അതുപോലെ ആയിരക്കണക്ക് ലക്ഷക്കണക്ക് കിലോമീറ്റർ അകലെ നിൽക്കുന്ന ശനി വന്ന് ഇവിടെ ഏഴശനി രൂപത്തിലും കണ്ടകശനി രൂപത്തിലും നിങ്ങളെ ആളുകളെ ഉപദ്രവിക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ വെറും പറ്റിപ്പല്ലി എന്നൊക്കെ ചോദിച്ച് ആളുകൾ കളിയാക്കാറുണ്ട് ഈ മറ്റേ ശാസ്ത്രജ്ഞന്മാർ എന്ന് വെച്ചാൽ യുക്തിവാദികളും അല്ലാത്ത ശാസ്ത്രജ്ഞന്മാരും. ഈ ശാസ്ത്രജ്ഞന്മാരൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വേണ്ടി ഇന്ന് എടുക്കുന്ന ഒന്നാണ് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാറുണ്ട് ഉണ്ടല്ലോ. ഇന്ന് എല്ലാവരും ഗൂഗിൾ നോക്കിയാണ് പോണേ. ഗൂഗിൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? GPS. അത് തന്നെ സാറ്റലൈറ്റിൻ്റെ സഹായത്താൽ. സാറ്റലൈറ്റ് കണ്ടുപിടിച്ച എങ്ങനെയാണ്? സാറ്റലൈറ്റ് ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ആകാശത്താണ്. കാരണം ഗ്രഹങ്ങളുടെ എല്ലാം ഭ്രമണപഥത്തിനെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ഗ്രഹങ്ങൾക്ക് ഈ ലോകത്ത് എവിടെയും പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ട്. ഉദാഹരണം, നമ്മളെ ഭൂമിയുടെ എത്ര ശതമാനമാണ് വെള്ളം? 70% വെള്ളമുണ്ട്. നമ്മളെ ശരീരവും ഭൂമി ഒരുപോലെയാണ്. നമ്മളെ ശരീരത്തിൽ എത്ര ശതമാനം വെള്ളമുണ്ടോ അത്രയും ശതമാനം വെള്ളമേ ഉള്ളൂ ഭൂമിയിൽ. ഭൂമിയെ കണക്കാക്കിയാണ് നമ്മളെ ശരീരവും. എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്. നമുക്ക് എത്ര ശതമാനം വെള്ളമുണ്ടോ അത്രയും ശതമാനമാണ് നമ്മുടെ ശരീരത്തിലും വെള്ളമുള്ളൂ, ഭൂമിയിലുള്ള വെള്ളം. ഈ 70% വെള്ളത്തെ അങ്ങ് നിൽക്കുന്ന ചന്ദ്രൻ എന്ന് പറയുന്നത് ഗ്രഹങ്ങളിൽ വെച്ച് ഈ ശനി വ്യാഴം അവരെയൊക്കെ വെച്ച് നോക്കുക, സൂര്യനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. സൂര്യൻ്റെ പ്രകാശത്തെ എടുത്ത് പ്രകാശിക്കുന്ന ഗ്രഹമാണ്. സ്വയം പ്രകാശിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ കടം വാങ്ങിച്ച് പ്രകാശിക്കും. ആ പ്രകാശിക്കുന്ന ഗ്രഹമാണ് ആര്? ചന്ദ്രൻ. ഈ വേലിയേറ്റവും വേലിയിറക്കവും അങ്ങ് നിൽക്കുന്ന ചന്ദ്രൻ ഭൂമി ഈ 3 ഭാഗമുള്ള ഈ വെള്ളത്തെ വലിച്ചെടുക്കാനുള്ള ശക്തി, കരയിലേക്ക് വലിച്ച് തിരിച്ചിറക്കണം. അതിന് വേലിയേറ്റവും വേലിയിറക്കവും ഈ ചെറിയ ഒരു ചന്ദ്രൻ ചെയ്യുന്ന ചിലവാണ്. അതുപോലെ തന്നെ ആസ്മ രോഗികൾ, അതുപോലെ എന്തെങ്കിലും അസുഖമുള്ളവർ ഈ ഗ്രഹണ സമയത്ത് അല്ലെങ്കിൽ ഈ അമാവാസി സമയത്തൊക്കെ അവർക്ക് ഇളുപ്പ് കൂടും, വയലൻ്റ് ആവും അവർ. എന്തുകൊണ്ട് വയലൻ്റ് ആവണം? അങ്ങ് നിൽക്കുന്ന ഗ്രഹം. പിന്നെ ഇവരൊക്കെ ഇതൊന്നും വരണ്ടല്ലോ. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം മനുഷ്യ ഈ ലോകത്ത് എല്ലാ ലോകത്തും ഉണ്ടാവാം. നമുക്ക് മറ്റു ലോകത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. മറ്റ് 14 ലോകങ്ങളുണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. 14 ലോകങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം, 14 ലോകങ്ങളിൽ ജീവൻ ഉണ്ടാവാം ഒക്കെ ആചാര്യന്മാർ അവിടെയൊക്കെ പോയി കണ്ടിട്ടാണ് അവരെ ജ്ഞാനദൃഷ്ടി കൊണ്ട് അവിടെയൊക്കെ സഞ്ചരിച്ചിട്ടായിരിക്കും അവർ പറഞ്ഞു. അവരൊന്നും പറഞ്ഞതിനൊന്നും എതിർക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാത്തതിൻ്റെ പേരിൽ നമുക്ക് അറിഞ്ഞുകൂടാത്തതെല്ലാം കള്ളവും അറിയാവുന്നുള്ള മാത്രം ശരിയും എന്ന് പറഞ്ഞാൽ ശരിയേ കാണൂല. കാരണം നമുക്ക് 100% എടുക്കുമ്പോൾ 1% പോലും അറിഞ്ഞിടാത്ത അജ്ഞന്മാരാണ് നമുക്ക്. ചിലപ്പോൾ ജ്യോതിഷത്തെക്കുറിച്ച് മുറി ജ്ഞാനം എനിക്കുണ്ടാവാം. മറ്റൊരു സബ്ജക്റ്റിനെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ ക്യാമറയെക്കുറിച്ച് എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ മറ്റേ പൊട്ടക്കണ്ണ മാവിൽ അറിഞ്ഞ പോലെ എന്തെങ്കിലും വിളിച്ച് പറയാനേ പറ്റുള്ളൂ. ഇതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ നമുക്ക് അറിഞ്ഞിടാത്തതെല്ലാം കള്ളം,
അറിയാവുന്നവർ മാത്രം ശരി എന്ന് പറഞ്ഞാൽ ശരി കാണൂല. അങ്ങനെ കണ്ടതിനെ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെ അച്ഛനെ അച്ഛന്ന് വിളിക്കാൻ പറ്റൂല, വിശ്വസിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നിനെയും വിശ്വസിക്കൂല, ഞാൻ കാണുന്നത് മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും അച്ഛന്ന് വിളിക്കാൻ പറ്റുമോ? നമ്മൾ അച്ഛനെ അച്ഛന്ന് വിളിക്കാൻ പറ്റുമോ? അമ്മ പറഞ്ഞ വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ വിളിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം സത്യങ്ങളാണ്. അമ്മ എന്ന സത്യം കള്ളം പറയില്ല. നമ്മൾക്ക് പറഞ്ഞു വന്നിരിക്കുന്ന ഓരോന്നും സത്യങ്ങളാണ്. നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോഴാണ് ആ സത്യത്തെക്കുറിച്ച് മനസ്സിലാവണേ, ആ പരമസത്യത്തെക്കുറിച്ച് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അസ്ട്രോളജിയിലൂടെ അല്ലെങ്കിൽ ഫ്യൂച്ചറോളജിയിലൂടെ രോഗമാവട്ടെ, മറ്റെന്തെങ്കിലും കർമ്മവ്യാധികളാവട്ടെ, അല്ലെങ്കിൽ മറ്റ് ദോഷങ്ങളാവട്ടെ, ഈ ഓറയ്ക്ക് ശക്തിയില്ലാതെ ഇരിക്കുന്ന ഓറയെ ശക്തിപ്പെടുത്താനാവട്ടെ, ഇതിനെല്ലാം സാധിക്കും. അതിന് വേണ്ടത് എന്താണ്? അവരുടെ സഹകരണം. ഇതിലാർക്ക് സഹകരണമില്ല, എല്ലാം കേട്ടിട്ട് പോവും, അവർ ചെയ്യൂല. എന്നിട്ട് അവർക്ക് റിസൾട്ട് വരണം. റിസൾട്ട് വന്നില്ലെങ്കിൽ പിന്നെ അവർ അതിനെ വേണമെങ്കിൽ വന്നിട്ടുള്ളവർക്കെല്ലാം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് കിട്ടിയവരാണ് പറഞ്ഞും അവർ വീണ്ടും അടുത്ത എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പേര് വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ആൾ വന്നാലേ എനിക്ക് 5 ലക്ഷം പേരെ നോക്കാൻ പറ്റുള്ളൂ. അതെ, ഇല്ലാതെ എനിക്ക് 5 ലക്ഷം നോക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് ആരെങ്കിലും വരണ്ടേ? എനിക്ക് നോക്കാൻ ഇന്ന് വരെ തുടങ്ങിയ ഈ 27 വർഷത്തിനകത്ത് ഇന്ന് വരെ ആളിന് വേണ്ടി ഞാൻ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവമേ ഇന്ന് കുറേ ആൾ വരണേ, രാവിലെ വിളക്ക് എത്തിച്ച് വിളക്കിൻ്റെ മുമ്പേ ഇരുന്ന് ഇന്ന് കുറച്ച് ആൾ വരണേ. ഞാൻ ഇന്ന് വരെ ഈ നിമിഷം വരെ എൻ്റെ ഗുരുവിൻ്റെയും എൻ്റെ പരദേവതയുടെയും സപ്പോർട്ടോട് ഞാൻ പറയാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവമേ ഭഗവാനെ അല്ലെങ്കിൽ പരമഗുരുവെ, എൻ്റെ മുമ്പ് വരുന്ന ഒരാളിന് അവരുടെ ദോഷം കണ്ടുപിടിച്ച് അവർക്കൊരു സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ശക്തി തരണേ ഭഗവാനെ എന്നേ ഞാൻ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അത് ദൈവം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ആളിന് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എപ്പോഴും ആക്റ്റീവാണ്. ഞാൻ തുടങ്ങിയ സമയം തൊട്ട് 20 മണിക്കൂർ ജോലി ചെയ്യുകയും 4 മണിക്കൂർ ഉറങ്ങുകയും ചെയ്ത ആളാണ്. ഇന്നും 4 മണിക്കൂറാണ് ഉറങ്ങണേ. ഇത്രയും വർഷം നോക്കിയതിൽ വെച്ച് അത്ഭുതപ്പെടുത്തിയ ഏതെങ്കിലും കൈകൾ വന്നിട്ടുണ്ടോ? അത്ഭുതപ്പെടുത്തിയ കൈകൾ എന്ന് ചോദിച്ചാൽ വളരെ അത്ഭുതം എന്നല്ല, ഞാൻ ആ കയ്യിലെ അത്ഭുതത്തെക്കാൾ കൂടുതൽ കണ്ടിട്ടുള്ളത് ചില പോസിറ്റീവ് ഓറകളാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ. ഈ നമ്മളെ ജാതകമോ കയ്യോ ഒക്കെ മാറ്റി വയ്ക്കാം. ഒരാളിൻ്റെ ഈ കയ്യിൽ എന്തൊക്കെ തന്നെ വരച്ചു വെച്ചിരിക്കണം, കയ്യിൽ വരച്ചു വെച്ചതിന് വരെ മാറ്റാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. തലയിലെടുത്ത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് 50% മാറ്റം വരുത്തിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അത് എന്തെന്ന് ചോദിച്ചാൽ അവരിൽ നിക്ഷിപ്തമായ ദൈവാധീനം, അവരിൽ നിക്ഷിപ്തമായ ഓറ. ദൈവാധീനം എന്ന് പറയണേ, അവൻ ഇപ്പോൾ പോയി രാവിലെ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ഭജന ഇരിക്കുന്നു, അല്ലെങ്കിൽ ഉരുൾ നേർച്ച നടക്കുന്നു, ഇതൊന്നുമല്ല. ഇതൊന്നും നേർന്നെന്ന് പറഞ്ഞാൽ അവനൊന്നും കിട്ടാനും പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞവർ, അയ്യോ ദൈവാധീനം ഇല്ലല്ലോ സാർ, അതുമാത്രം പറയരുത്, ദൈവാധീനം ഇല്ലെന്ന് മാത്രം പറയരുത്. കാരണം എന്താണ്? ഞാൻ രാവിലെ എണീറ്റ് ശ്രീകണ്ഠേശ്വരനെ കാണാൻ പോകും, അത് കഴിഞ്ഞിട്ട് ഗണപതി കോവിൽ, അത് കഴിഞ്ഞ് പത്മനാഭസ്വാമി, അത് കഴിഞ്ഞ് ആറ്റുകാലമ്മയും കാണാതെ ഞാൻ വെള്ളം കുടിക്കില്ല. കയ്യിൽ ദൈവാധീനമില്ല. ഇതിൻ്റെ റീസൺ എന്താണ്? യവൻ ശ്രീകണ്ഠേശ്വരത്ത് നിൽക്കുമ്പോൾ ഗണപതി കോവിൽ തുറന്നു കാണുമോ? ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഗണപതി കോവിലെത്തണം, അവിടുന്ന് ഓടി ഇവിടെ വരുമ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരക്കുണ്ടാവുമോ? എനിക്ക് ഭഗവാനെ പെട്ടെന്ന് കാണണം, നേരെ അവിടെ ഓടും. അത് കഴിഞ്ഞ് ഇങ്ങനെ 4 വള്ളത്തിൽ കാലി കെട്ടിക്കൊണ്ട് രാവിലെ നടന്നിട്ട് പറയുന്ന ദൈവാധീനം എനിക്ക് വരുന്നില്ല. പല ക്ഷേത്ര പൂജാരിമാരും മേൽശാന്തിമാരും എല്ലാം കാണാൻ വരാറുണ്ട്. ഒരാളുടെ നമ്മൾ പേര് പറയുന്നില്ല. കൈ നോക്കുമ്പം സാധാരണ അവിടെ പോണ ഭക്തൻ്റെ 4 ഭാഗം ദൈവാധീനം ഇല്ല അവൻ്റെ ഒന്നും കയ്യിൽ. പോറ്റിമാർക്ക് ഇവരാണ് ദൈവജ്ഞൻ. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് പോയിട്ട് റെക്കമെൻഡ് ചെയ്യണത്, എനിക്കൊരു അർച്ചന തിരുമേനി ഒരു അർച്ചന നടത്തിയിരിക്കണം. നമ്മൾ അവരാരും കുറ്റം പറയണതല്ല, ഞാൻ പറയുന്നത് അവരിൽ ആ ഓറ അവർ ഡെവലപ്പ് ചെയ്യുന്നില്ല. അവർ ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങിക്കുന്നു, പിന്നെ വല്ല കൈക്കൂലി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കൈക്കൂലിയുണ്ട്. അപ്പോൾ അതിന് പകരം കൈക്കൂലിയാണ് ദക്ഷിണ. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ എല്ലാവർക്കും ശമ്പളം ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. അതിന് പുറമേ കിട്ടുന്നതാണ് ദക്ഷിണ. അപ്പോൾ ദക്ഷിണയാണ് അവരുടെ ലക്ഷ്യം. ഇല്ലാതെ ഇന്ന് ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന പലരുടെ കൈകളിലും അതാണ് ഞാൻ പറഞ്ഞത്, ദൈവാധീനം എന്ന് പറയണത് അതാണ് ഓറ. പോസിറ്റീവ് ഓറയുണ്ട്, നെഗറ്റീവ് ഓറയുണ്ട്. അപ്പോൾ നെഗറ്റീവ് ഓറ വരാനുള്ള പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമാണ് ഞാൻ ഈ പറഞ്ഞ ബ്ലാക്ക് മാജിക്ക്. പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, മോശപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുകയാൽ ഇതൊക്കെ വരുന്നതെല്ലാം നെഗറ്റീവ് ഓറ നമ്മളിൽ കയറും, നമ്മൾ പോലും അറിയില്ല.
നെഗറ്റീവ് കയറിക്കൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നെഗറ്റീവ് കയറും, പോസിറ്റീവും കയറും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന അയ്യോ ഇന്ന ജോലിയാണ്, ഇന്ന ജോലിയിൽ അല്ലെങ്കിൽ അമ്പല പൂജ ചെയ്യുന്നവർക്ക് മാത്രമേ പോസിറ്റീവ് കയറും, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന നമ്മളെ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ച് കയറും. അതുകൊണ്ടാണ് നമ്മൾ ചിലർ വിചാരിക്കും അമ്പലത്തിലേ അവൻ പോവാത്തവൻ, അവൻ നിരീശ്വരവാദി, പക്ഷെ അവൻ്റെ കയ്യിൽ നല്ല ദൈവാധീനം, അവൻ്റെ മനസ്സ് കൊള്ളാം. മറ്റത് നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്തിട്ടും അവസാനം ദൈവത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടിയ ദൈവം യാക്കെയൊന്നുമില്ല. ദൈവം ഇതൊന്നും യാക്കെയൊന്നുമില്ല. നീ ചെയ്യുന്നതിൻ്റെ ഫലം നീ അനുഭവിച്ചോളാം എന്ന് പറയും. അതുകൊണ്ടാണ് പണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ സപ്തർഷികൾ പറഞ്ഞല്ലോ, വാൽമീകി ആവുന്നതിന് മുമ്പ് പറഞ്ഞു, പിടിച്ച് പറിക്കാൻ ചെന്നപ്പം പറഞ്ഞു, നീ എന്നെ പിടിച്ച് പറിച്ചോ, ഞാൻ എല്ലാം തരാം, ഞങ്ങളുടെ കയ്യിരിക്കുന്ന എല്ലാം നിനക്ക് തരാം. ഇത് നീ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി. നീ ചെയ്യുന്ന മഹാഭാവത്തിൻ്റെ ഫലം നിൻ്റെ ഭാര്യയും മക്കളും അനുഭവിക്കുമോ എന്ന് ചോദിച്ചിട്ട് വാ, ഞങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇദ്ദേഹം നേരെ ഓടി ചെന്ന് ഭാര്യയോട് ചോദിച്ചു, മക്കളോട് ചോദിച്ചു, ഇത് സ്വാമിമാരെ ഞാൻ പിടിച്ച് നിർത്തിക്കുകയാണ്, സ്വാമിമാരെ പണ്ടയോ എല്ലാവരുടെ സപ്ത ഋഷികളുടെ കയ്യിലും പൊതിക്കെട്ടുകളുണ്ട്, എല്ലാം ഞാൻ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് വരാം, പക്ഷെ നീ ഈ കാര്യത്തിന് ഉത്തരം വേണം. അപ്പം ഭാര്യ പറഞ്ഞു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. നീ ചെയ്ത ഫലം നീ തന്നെ അനുഭവിക്കും, ഞാനും എൻ്റെ മക്കളൊന്നും അനുഭവിക്കില്ല. ഉദ്യോഗത്തിന് അടി കിട്ടിയോലായിപ്പോയി, ഇത്രയും കാലം ഞാൻ ചെയ്ത് എല്ലാവരെയും പിടിച്ചു പറിച്ച് നിങ്ങൾക്ക് കൊണ്ട് തന്നിട്ട് എനിക്കിതാണ് അനുഭവം. ഉദ്യോഗം തിരിച്ച് നേരെ ഓടി, ഇനി നീ എൻ്റെ ഈ കെട്ടുപാണ്ടുകളെല്ലാം എടുത്തോ. വേണ്ട സ്വാമി, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ഇന്ന് മുക്തി വേണം, എനിക്ക് മന്ത്രങ്ങളൊന്നും അറിഞ്ഞുകൂടാ, എന്നെ രക്ഷിക്കണം. അപ്പോഴാണ് പറഞ്ഞു കൊടുത്ത മരാ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോയതാണ്. എത്രയോ കാലം കഴിഞ്ഞ് വന്നിട്ട് പോലും ഈ ശരിക്ക് ശരീരമില്ല, പക്ഷെ മന്ത്രധ്വനി ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് പ്രപഞ്ചത്തിൻ്റെ ശക്തി, അതാണ് ഓറ. ആ ഓറ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അതിചൈതന്യം അവിടെ നിന്നിട്ട് അതിൽ നിന്നാണ് ഈ മന്ത്രജപം ഉണ്ടായിക്കൊണ്ടിരുന്നതെന്നാണ്. അല്ലെ ശരീരമില്ല, വെറും അസ്ഥി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം പുറ്റായി, അതായത് പുറ്റ് തിന്നു, ശരീരത്തെ തിന്നു, എന്നിട്ട് വെറും എല്ല് കഷ്ണം മാത്രമേ ഉള്ളൂ. അപ്പോഴും മന്ത്രജപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, രാമരാമ മന്ത്രം. അതിന് കാരണം എന്താണ്? അതാണ് ഓറ എന്ന് ഞാൻ പറഞ്ഞു. ആ ഓറ വരുന്നതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പം അതുപോലെ നമുക്കെല്ലാവർക്കും എല്ലാവരിലും ഒരു ഓറയുണ്ട്. ഈ ഓറയെ ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി. ഓറ ഡെവലപ്പ് ആവാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ഗ്രഹദോഷം കാണും, ചിലപ്പം നമ്മളെ ജാതകത്തിൽ ദോഷം കാണും, അല്ലെങ്കിൽ സമയദോഷം കാണും. ഇതൊക്കെ ഇതിനെ ബാധിക്കും. ഇതിനെയൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി, അവൻ രക്ഷപ്പെട്ടു പോകും. എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട്. ഈ അങ്ങയുടെ കയ്യിലുള്ള രഹസ്യ കൂട്ടങ്ങളൊന്നും ഒരു എപ്പിസോഡോട്ടൊന്നും തീരുന്നതല്ല. എന്താണെങ്കിലും നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ടിരിക്കാം. ഒരുപാട് നന്ദി. നമസ്കാരം. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഇതിലൂടെ പറഞ്ഞു ചില നേതാക്കന്മാരെ പറഞ്ഞു, അതായത് ഒന്നുമല്ല, യഥാർത്ഥം പറഞ്ഞതാണ്. അതിനെ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിച്ച് അയ്യോ എൻ്റെ നേതാവിനെ കുറിച്ച് പറഞ്ഞില്ല, എൻ്റെ നേതാവിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല, അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടൊന്നും പറഞ്ഞതല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. നമസ്തേ.